ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഈ വിശുദ്ധഗ്രന്ഥം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി വേണം. അവിടെയൊക്കെ ഈ ഹിസ്റ്റോറിക്കൽ ഈവൻസിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിശുദ്ധഗ്രന്ഥത്തെ മുഴുവനെയും, പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും 3 പ്രധാനപ്പെട്ട തൂണുകളിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ഈ 3 തൂണുകളെ നമ്മളൊന്ന് അപഗ്രഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിശുദ്ധഗ്രന്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തന ഭാഗത്തേക്ക്, അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വിശുദ്ധഗ്രന്ഥം എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. ആ കടൽ മനസ്സിലാക്കണം, കടലിൻ്റെ ആഴം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പാടാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പരിശ്രമിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളാണ്. ആ ദാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമുക്കിന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പരിശുദ്ധ റൂഹായ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ റൂഹാദകുദിശായുടെ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും, ജ്ഞാനം എന്ന് പറയുന്ന ആ വലിയ ദാനത്തിന് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഭാഗം പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സോളമൻ രാജാവിന് ശേഷം എന്ത് സംഭവിച്ചു? വലിയൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയാണ്. ദാൻ മുതൽ, അതായത് ദാൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം നോർത്തേൺ പ്രദേശമാണ്. ഇപ്പോൾ അത് സിറിയ എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. സിറിയയുടെ ലെബനോൺ, നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കാറുള്ള ഗോലാൻ കുന്നുകളില്ലേ, ആ ഗോലാൻ കുന്നിൻ്റെ മുകളിൽ ആ ഭാഗത്ത് സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ആരംഭിച്ച് ബെർഷബ എന്ന് പറയുന്ന ഇങ്ങനെ സദേൺ ഭാഗത്തേക്ക്, അതായത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഏദോം എന്ന് പറയുന്ന പ്രദേശം, ഇപ്പോഴത്തെ ഏലാത്ത് എന്ന് പറയുന്ന നഗരം. ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ബൗണ്ടറി ഉള്ള സ്ഥലം. അതിന് പറയുന്ന പേരാണ് അക്കബ എന്ന് പറയുന്ന സ്ഥലം. പുതിയ പേരുകളാണ്. ആ ഭാഗത്ത് ജോർദാൻ്റെ ബൗണ്ടറി ഉണ്ട്, ഇസ്രായേലിൻ്റെ ബൗണ്ടറി ഉണ്ട്, പിന്നെ സൗദി അറേബ്യയുടെ ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഇത്രയും ബൗണ്ടറി കിടക്കുന്ന ഭാഗം, അതാണ് ബെർഷബയുടെ ഭാഗം. നെഗവ് മരുഭൂമി എന്നൊക്കെ പറയും. ബൈബിളിലൊക്കെ നമ്മളിത് നെഗവ് മരുഭൂമിയൊക്കെ കേൾക്കാൻ പറ്റും. അത്രയും ഭാഗം ഇപ്പം ഇസ്രായേലിൻ്റെ ഭാഗമാണ്. അതായത് നോർത്തേൺ പ്രദേശം, അങ്ങേയറ്റം എന്ന് പറയുന്നത് സിറിയ, ഇങ്ങേയറ്റം എന്ന് പറയുന്നത് ഏലാത്ത്. ആ പ്രദേശം മുഴുവനും ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കീഴിലായിരുന്നു. അതിനുശേഷം ഈ ഒരൊറ്റ ഭാഗം 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. അപ്പോൾ 2 നേഷൻസ് ആകുന്നു. ഇസ്രായേലെന്നും, നോർത്തേൺ ഭാഗത്തെ ഇസ്രായേലെന്നും, സദേൺ ഭാഗത്തെ ജൂദ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ കൂടെ പോയിരുന്ന പോയ ഗോത്രങ്ങളാണ് അഷേർ, ദാന്, ഇസാക്കർ, സെബുലൂൺ, നഫ്താലി, എഫ്രായിം, മനാസയുടെ അർത്ഥഗോത്രം. എന്നാൽ ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ കൂടെ പോയതാണ് ജൂദായും ബെഞ്ചമിനും പിന്നെ ശിമയോനും എന്ന് പറയുന്ന ഗോത്രങ്ങൾ. ബാക്കി ഗോത്രങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്നുള്ളത് അതിൻ്റെ സമയമാകുമ്പോഴത്തേനും പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഗോത്രങ്ങൾ 2 ഭാഗങ്ങളായിട്ട് മാറി. ഈജിപ്ത് ദേശം ഇതുപോലെ ഒരു ഡിവിഷന് വിധേയമായിട്ടുണ്ട്. ആ ഈജിപ്ത് ദേശത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം, ഈജിപ്തിൻ്റെ സംസ്കാരം, പ്രത്യേകിച്ച് 3000 BC മുതൽ ഉണ്ടായിരുന്ന ഈജിപ്തിൻ്റെ സംസ്കാരം, ആ ഈജിപ്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഈ ഇസ്രായേലിൻ്റെ സംസ്കാരത്തിലുമുണ്ട്. ഈജിപ്തിലെ ആദ്യത്തെ രാജാവിൻ്റെ പേര്, ഇങ്ങോട്ടേക്കൊന്ന് പോവുക, ഈജിപ്തിലേക്കൊന്ന് പോവുക, മേനസ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ്
മെംഫിസ് എന്ന് പറയുന്ന ആ രാജ്യം അല്ലെങ്കിൽ തലസ്ഥാനം കടന്നു വരിക. അദ്ദേഹം എന്ത് ചെയ്തു? ഈജിപ്തിൻ്റെ മുകൾ മുതൽ താഴെ വരെയുള്ള എല്ലാ ദേശങ്ങളെയും ഒറ്റയ്ക്ക് ഭരിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും ഡിവിഷൻ ഉണ്ടായി. ലോവർ ഈജിപ്റ്റ് എന്നും അപ്പർ ഈജിപ്റ്റ് എന്നും ഈജിപ്തിനെ രണ്ടായിട്ട് തിരിച്ചു. ഈജിപ്തിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചുവെങ്കിൽ തന്നെയും ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു ഈജിപ്തിൽ. അവർക്ക് വലിയ സ്ഥാനമാണ് ഈജിപ്ത് ദേശം അന്നും കൊടുത്തിരുന്നത്, ഇന്നും കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സംസ്കാരം ഈജിപ്തിലുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് കാണുക. ദാവീദ് രാജാവിനെയും സോളമൻ രാജാവിനെയും ഇസ്രായേൽക്കാർ അന്നും ഇന്നും ബഹുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അതായത് ദാൻ മുതൽ ബേർഷബ വരെ ഇസ്രായേൽ ജനത്തെ ഒറ്റ കുട കീഴിൽ നിർത്തി ആ ദേശത്തെ മുഴുവനെയും ഭരിച്ചത് കൊണ്ടാണ് ദാവീദിനെയും സോളമനെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുക. എന്തുകൊണ്ട് സാവൂളിനെ ആകുന്നില്ല? പിന്നെ പറയാം കാര്യം. സാവൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി ഈ രണ്ട് ഭാഗങ്ങളും ഇസ്രായേലും ജൂദായെന്നും വന്നു. ഇസ്രായേൽ അവർക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോയി. അവർ പുതിയ ദേവാലയങ്ങളൊക്കെ സ്ഥാപിച്ചു. ജൂദാദേശം ജെറുസലേമാവുന്ന ദേവാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചു. എങ്കിലും അവരുടെ ഇടയിലും സ്വര ചേർച്ചകളില്ലായിരുന്നു. അവർക്കിടയിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ചരിത്രമൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 722 BC വലിയൊരു യുദ്ധമുണ്ടായി. അസീറിയ എന്ന് പറയുന്ന വലിയൊരു ദേശം, കാരണം ഇപ്പോഴും ഓർത്തോണം, ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കാലഘട്ടത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു അസീറിയ. ആ അസീറിയ എന്ന് പറയുന്ന ഒരു രാജ്യം, അസീറിയൻ എംപയർ അവരെ കൊണ്ടുപോവുക, അസീറിയയിലേക്ക് അടിമകളാക്കി കൊണ്ടുപോകുന്നു. ആ പ്രദേശം, ഇസ്രായേൽ നിന്നിരുന്ന പ്രദേശം അസീറിയക്കാരെ കൊണ്ടും ബാബിലോൺകാരെ കൊണ്ടും നിറച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അസീറിയക്കാരുടെ ഇൻവേഷൻ വർദ്ധിച്ചു. ജെറുസലേമിലേക്ക് കടന്നു വരുന്നു. പക്ഷെ ജെറുസലേമിൽ അന്നുണ്ടായിരുന്ന ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് ഈ ഒരു വലിയ ശ്രമത്തെ മാറ്റി നിർത്തി. അങ്ങനെ ജൂദ അസീറിയക്കാരിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. എന്നാൽ ജൂദായുടെ നാശവും വളരെയധികം ഉണ്ടായിരുന്നു, പെട്ടെന്നുണ്ടായിരുന്നു. 587 BC ജൂദ എന്ന് പറയുന്ന പ്രദേശം ബാബിലോൺ എന്ന് പറയുന്ന ദേശക്കാർ വന്ന് അതിനെടുത്തോണ്ട് പോയി. അങ്ങനെ ഇസ്രായേലും ജൂദായും അസീറിയക്കാരുടെയും ബാബിലോൺകാരുടെയും പിടിയിൽ അമർന്നു. ഈ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഗ്രന്ഥരചനയ്ക്ക്. ഇനിയും അല്പം കൂടെ ഒന്ന് പുറകോട്ട് പോകാം. പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ നമ്മൾ ആരംഭിച്ച ഈ ജൈത്രയാത്ര, അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്ന ദൈവം ആ വാഗ്ദാന ദേശത്ത് അവരുടെ സംസ്കാരത്തെ, അവരുടെ രാജ്യത്തെ രണ്ടായിട്ട് പിളർന്നു. അതിനുശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം അസീറിയ കൊണ്ടുപോയി, ജൂദ എന്ന് പറയുന്ന ദേശം ബാബിലോൺ കൊണ്ടുപോയി. അപ്പോൾ നോക്കിക്കണം, ഒരു പുറപ്പാടിൻ്റെ അനുഭവം. ആ പുറപ്പാടിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം, ബാബിലോണിലേക്ക് പോയ ഒരു ഇസ്രായേൽ സമൂഹം 50 വർഷം കഴിഞ്ഞപ്പോൾ 537 BC തിരികെ വാഗ്ദാന ദേശത്തേക്ക് വേറൊരു പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ജൂദ എന്ന് പറയുന്ന ദേശം. ജുദൈസം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥം എങ്ങനെ എഴുതപ്പെട്ടു നമുക്കിനി നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോശ കൂടെ പോയപ്പോൾ മോശയുടെ കൂടെ പേപ്പറും പേനായും പിടിച്ചുകൊണ്ട് ആരുമില്ലായിരുന്നു. ജോഷുവയുടെ കൂടെ ആരുമില്ലായിരുന്നു.
രാജാക്കന്മാരുടെ കൂടെ ആരുമില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്കുണ്ടായിരുന്നത് അവരുടെ ഓരോ അനുഭവങ്ങളിലും അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശ്വാസത്തിന് അനുഭവം ഉണ്ടായിരുന്നു. ആ ട്രഡീഷനെ ഓറൽ ട്രഡീഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ഓറൽ ട്രഡീഷൻ ജീവിതത്തിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു. തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഓറൽ ട്രഡീഷൻ അവസാനം ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടപ്പോൾ അവർ ചിന്തിക്കുകയാണ് ചെയ്തത്. യൂദാദേശം ബാബിലോൺകാർ കൊണ്ടുപോയപ്പോൾ അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, അയ്യോ, എങ്ങനെ ഇനിയും നമുക്ക് നമ്മുടെ ഈ ട്രഡീഷനെ നിലനിർത്താൻ പറ്റും? നമുക്കുണ്ടായിരുന്ന ഈ അനുഭവത്തെ എങ്ങനെ നിലനിർത്താൻ പറ്റും? അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ എങ്ങനെ സാധിക്കും? അങ്ങനെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ 50 വർഷം നീണ്ടുനിന്ന ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം തങ്ങൾ സൂക്ഷിച്ചിരുന്ന ദൈവിക ട്രഡീഷനെ, ദൈവിക വെളിപാടിൻ്റെ ആ എല്ലാ അനുഭവങ്ങളെയും ഓരോന്നായിട്ട് എഴുതാൻ തുടങ്ങി. ആ എഴുതിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒരു വലിയൊരു ക്രൈസിസിൻ്റെ സമയത്താണ് എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. ബാബിലോൺ പ്രവാസകാലം എന്ന് പറയുന്ന അത്രമാത്രം വേദനാജനകമായിട്ടുള്ള കാലഘട്ടമാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ചിന്തയോടുകൂടി ഒരു പുതിയ സെക്റ്റായിട്ട് അവർ വളർന്നു വരികയും അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടാൻ തുടങ്ങി. ആ പാരമ്പര്യങ്ങളെ ആണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കാണുക. ഇത് എഴുതപ്പെടുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ചില കഥകളെയും ഉപകഥകളെയും അതുപോലെ തന്നെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളും ഒക്കെ ഈ വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് സഹായിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചന എപ്രകാരമായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏത് ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുക? വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്ന ഏത് ഭാഷയിലാണ്? നമ്മൾ ആ ഭാഷ എന്ന് പറയുന്നത് ഹെബ്രായ പാരമ്പര്യമാണ് യഹൂദർക്കുണ്ടായിരുന്നത്. ഭാഷകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആരംഭകാലത്ത് ഹെബ്രായ ഭാഷ ഉടലെടുക്കുന്നതിന് മുമ്പ് അക്കാഡിയൻ ഭാഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്ത് ദേശത്ത് ഹൈറോഗ്ലഫിക് ഭാഷയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈജിപ്ത് ദേശത്ത് ഇപ്പോൾ പോയാൽ കാണാൻ പറ്റും. ഇപ്പോഴും അവരത് ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈജിപ്റ്റ് എന്നൊക്കെ എഴുതുന്ന സ്ഥലത്ത് അതിന് പക്ഷികളുടെയൊക്കെ രൂപങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് ഹൈറോഗ്ലഫിക് ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കുക. അക്കാഡിയൻ ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ട്. പോയട്രി ചെയ്യാൻ വേണ്ടി ഉഗാർട്ടിക് ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹമുരാബിയുടെ കോഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്രായേലിന് സ്വാധീനിച്ച കോഡുകളാണ് ബാബിലോണിലെ ഹമുരാബിയുടെ കോഡുകൾ. അതൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അക്കാഡിയൻ ഭാഷയിലാണ്. അങ്ങനെ രൂപപ്പെട്ട ഭാഷ പിൽക്കാലത്ത് മാറി അതിലൂടെ രൂപം പ്രാപിച്ച് കടന്നു വന്നതാണ് ഹെബ്രായ ഭാഷ. ആ ഹെബ്രായ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടാൻ തുടങ്ങുന്നത്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ അറമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ അറമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ബാബിലോണിൽ അവരായിരുന്ന സമയത്ത് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ചില അധ്യായങ്ങളും എസ്രായുടെ പുസ്തകത്തിലെ ചില അധ്യായങ്ങളുമൊക്കെ അറമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് പഴയ നിയമം ഈ ഹെബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചില ഭാഗങ്ങളിൽ ഈ അറമായ ഭാഷയുടെ സ്വാധീനം കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അറമായ ഭാഷ എന്ന് വിശേഷിപ്പിക്കുക? ബാബിലോൺ കൽദായർ എന്നാണ് വിശേഷിപ്പിക്കുക. ബാബിലോണിനെ വിശേഷിപ്പിക്കുന്നത് കൽദായ സമൂഹം എന്നാണ്. ആ കൽദായ സമൂഹത്തിൻ്റെ ഭാഷ കാൽദിയൻ ഭാഷ, അറമായ ഭാഷ. ആ ഭാഷയാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഭാഗങ്ങൾ ആ ഭാഷയിൽ അറമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുക. വീണ്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം
അത് വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയാകുന്നു. അതിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഗ്രീക്ക് ഭാഷ അതിൻ്റെ സംസ്കാരത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ലെറ്റേഴ്സ് പോലും കടന്നു വന്നിരിക്കുന്നത് 735 BC-യിലാണ്. ഫിനീഷ്യൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഗ്രീക്ക് ഭാഷ കടന്നു വന്നിരിക്കുക. ഫിനീഷ്യൻ സ്ക്രിപ്റ്റുകളാണ് ഗ്രീക്ക് ഭാഷയുടെ സ്ക്രിപ്റ്റുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ധാരാളം എവല്യൂഷൻ കടന്നു വന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് 333 BC-യിൽ ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിനെ മുഴുവനും ഭരിച്ചിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന ഗ്രീക്ക് ഭാഷ അത് പല ക്ലാസിക്കൽ ഗ്രീക്കുണ്ട്, കൊയിനെ ഗ്രീക്കുണ്ട്. കൊയിനെ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രീക്ക് എന്നാണ് അർത്ഥം. ആ കോമൺ ഗ്രീക്കാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമ ഭാഷയുടെ പുതിയ നിയമത്തിൻ്റെ രൂപീകരണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ ക്ലാസിക്കൽ ഗ്രീക്കും കൊയിനെ ഗ്രീക്കും ഒക്കെ കടന്നു വന്ന് മോഡേൺ പീരീഡിലും ഏതൻസിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഗ്രീക്ക് ഭാഷയുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ നോക്കണം, പുതിയ നിയമം കടന്നു വന്നിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ, പഴയ നിയമമാകട്ടെ ഹെബ്രായ ഭാഷയിലാണ് രൂപപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഈ രൂപപ്പെട്ടിരിക്കുന്ന ഹെബ്രായ ഭാഷയുടെ തനിമ മനസ്സിലാക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പല പല ട്രാൻസ്ലേഷൻസും ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഹെബ്രായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളുണ്ട്, ബൈബിളുണ്ട്. അതുപോലെ തന്നെ ലത്തീൻ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ബൈബിളുണ്ട്. ഏറ്റവും പുതിയതായി കഴിഞ്ഞ ദിവസം ജൂൺ 3 കഴിഞ്ഞ 2025 ജൂൺ 3 ഇറങ്ങിയിരിക്കുന്ന ഒരു പുതിയ പരിഷ്കരിച്ച പതിപ്പ്, POC എന്ന് ഇറങ്ങിയിരിക്കുന്ന പരിഷ്കരിച്ച പതിപ്പ് ഞങ്ങൾ ഹെബ്രായ ഭാഷയിൽ നിന്ന് പഴയ നിയമം മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പതിപ്പാണ്. അങ്ങനെ പല പതിപ്പുകൾ ഇറങ്ങിയാൽ പോലും അതിലൂടെ വായിക്കുന്ന അനുഭവം ഹെബ്രായ ഭാഷയിൽ നിന്ന് വായിക്കുന്ന അനുഭവം തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഹെബ്രായ ഭാഷയിൽ വായിക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത. കാരണം ഇത് എഴുതപ്പെട്ട ഭാഷയാണ്. ആ വചനഭാഗം എഴുതപ്പെടുമ്പോൾ ആ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ നുവാൻസും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം ഫീലൊന്നും നമുക്ക് മലയാളം വായിക്കുമ്പോഴോ ഇംഗ്ലീഷ് വായിക്കുമ്പോഴോ കിട്ടുകയില്ല. അതുകൊണ്ട് ഭാഷയുടെ പ്രത്യേകത, ഈ ഹെബ്രായ ഭാഷയുടെ പ്രത്യേകത പഴയ നിയമത്തിലെ വായനയ്ക്ക് വളരെ ഉതകുന്നതാണ്. പുതിയ നിയമ വായനയ്ക്ക് ഗ്രീക്ക് ഭാഷ വളരെയധികം ഉതകുന്നതാണ്. അതുകൊണ്ട് ആ ഒരു തലത്തിൽ വേണം ഇതിൻ്റെ വ്യാഖ്യാനത്തെ പോലും നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പം ഇത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. 3 എപ്പിസോഡുകളിലായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ നമുക്ക് കഴിഞ്ഞ് നമ്മൾ പല ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അതിന് വൈഡായിട്ട് ചർച്ച ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ അല്പം നമ്മൾ അബ്രിഡ്ജഡായിട്ടാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതെങ്ങനെ രൂപപ്പെട്ടു, ഇതിൻ്റെ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ മാപ്പെല്ലാം കാണിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മളെടുത്തു. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില സത്യങ്ങളെ, ചില സംസ്കാരങ്ങളെ നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് സുമേറിയൻ സംസ്കാരത്തിൽ എങ്ങനെയാണ് മലമുകൾ ഉള്ള പ്രാധാന്യം, എങ്ങനെയാണ് ഫ്ലഡ് അല്ലെങ്കിൽ വലിയൊരു ജലപ്രളയം കടന്നു വന്നിരിക്കുക, എങ്ങനെയാണ് പല കഥകളും രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിചിന്തനങ്ങൾ നമ്മൾ നടത്തി. ഇപ്രകാരം അതിനുശേഷം നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ രൂപപ്പെട്ട ഹിസ്റ്ററിയിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രം എന്താണ്, ചരിത്രത്തിൻ്റെ ഭാഗം പുറപ്പാടിൻ്റെ അനുഭവം മുതൽ തുടങ്ങുന്ന ചരിത്രം, അത് അവസാനിക്കുന്നത് 1948 ഇസ്രായേൽ ഒരു വലിയൊരു ഒരു രാജ്യമായിട്ട് രൂപാന്തരപ്പെട്ടു. 2025 ഈ കാലഘട്ടത്തിലെ ഇസ്രായേലിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് പോലും നമുക്കറിയാം. ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ സിറ്റുവേഷൻ. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതായിട്ടുള്ള സംഭവങ്ങളെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്നത്. ദൈവം ഇടപെട്ടു, പ്രത്യേകമായിട്ടുള്ള ഒരനുഭവം, ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇത് ഹിസ്റ്റോറിക്കൽ ബുക്ക് എന്നതിലുപരിയായി
ഇത് ദൈവിക വെളിപാടിൻ്റെ പുസ്തകം. ആ വെളിപാടിനോട് മനുഷ്യൻ സഹകരിച്ച രീതി, അത് വിശ്വാസത്തിൻ്റെ രീതി. അതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ സഭ നമുക്ക് നൽകുക. ദൈവിക വെളിപാടിനോട് പ്രതികരിച്ച മനുഷ്യൻ്റെ വിശ്വാസത്തെയാണ് ഈ പുസ്തകം അവതരിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടല്ലാതെ വേറൊരു കണ്ണുകൊണ്ടും ഈ പുസ്തകത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ദർ ആർ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല. അതില്ലാതെ ഈ പുസ്തകം മുന്നോട്ട് പോകത്തില്ല. ഈ വിശുദ്ധ ഗ്രന്ഥം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി വേണം. അവിടെയൊക്കെ ഈ ഹിസ്റ്റോറിക്കൽ ഈവൻസിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പുസ്തകമായ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ടറി ടോക്കാണ് ഈ 3 എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകുക. ഇനി വരാൻ പോകുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ആദ്യ ഭാഗം കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഭാഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രം എന്താണെന്ന്. ആ ചരിത്രത്തെ നമ്മളൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളിലൂടെ ഒന്ന് കാണാൻ പോവുകയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനെയും, പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും നമുക്ക് 3 പ്രധാനപ്പെട്ട തൂണുകളിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ഈ 3 തൂണുകളെ നമ്മളൊന്ന് അപഗ്രഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതൊരു യാത്രയാണ്, ഒരു യാത്രയുടെ പുസ്തകമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു യാത്രയാണ്. നമുക്കറിയാം ആരംഭത്തിൽ കൊടുത്തിരിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതേ യാത്ര തന്നെയാണ് വെളിപാടിൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നു, പഴയത് കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കുന്ന ഒരു യാത്ര. ഇതാണ് ആദ്യത്തെ യാത്രയുടെ സമാപനം നിൽക്കുന്നത് 2-ാമത്തെ യാത്രയായ വെളിപാടിൻ്റെ പുസ്തകത്തിൽ. ആ യാത്ര, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള യാത്ര ഭൗമികമായിട്ടുള്ള ഒരു അനുഭവമല്ല, മറിച്ച് ഒരു റെവലേഷനാണ്. എസ്കറ്റോളജി, അപ്പോക്കാലിപ്റ്റിക് എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. എസ്കറ്റോളജിക്കൽ അല്ലെങ്കിൽ അപ്പോക്കാലിപ്റ്റിക് എന്ന് പറയുന്ന ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. അത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്ന ഒരാൾ, ഈ ഭൂമിയിലിരുന്ന് വായിക്കുന്ന ഒരാൾ ഈ യാത്രയിലൂടെ കടന്ന് നേരെ പോയി എങ്ങോട്ടേക്കാ? സ്വർഗത്തിലെത്തിച്ചേരുന്നു. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് 3 തൂണുകൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. 1-ാമത്തെ തൂണാണ് പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം 1-ാമത്തെ തൂണ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് പുതിയ ഒരു രാജാവ് ഈജിപ്തിൽ വന്നു. പുതിയൊരു രാജാവ് ഈജിപ്തിൽ രംഗപ്രവേശം ചെയ്തു. അവന് ജോസഫിനെ അറിയാൻ മേലായിരുന്നു. There came up a new king in Egypt who did not know Joseph. വയ്യാക്കോം ഹദാഷ് മേലഹ് കിലോ യദായ് യോസെഫ് എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. ഇനി നമുക്കൊന്നും വേർച്ച് ചിന്തിക്കാം. ഇസ്രായേൽ എവിടെയാണ്? ഈജിപ്തിലാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? പഴയ എപ്പിസോഡ് ഓർത്തോടുക. ഈജിപ്തിലാണ് ചരിത്രം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ 430 വർഷത്തോളം ഈജിപ്തിൽ വസിച്ചിരുന്ന ഇസ്രായേൽ സമൂഹം, അവർക്ക് ഈ ഒരു രാജാവ് വന്നില്ല എന്നെങ്കിൽ വർഷങ്ങളോളം വസിക്കാമായിരുന്നു. രക്ഷാകര രഹസ്യം മുഴുവനും അവിടെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എന്നാൽ ഒരു പുതിയ രാജാവ് വന്നു. ആ രാജാവിന് ജോസഫിനെ അറിയത്തില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, പെർസിക്യൂഷൻസ്. അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള അടിമത്തം കടന്നു വരികയാണ്. ഈ അടിമത്തത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും 1-ാം അധ്യായം 8-ാമത്തെ വാക്യം സൂചിപ്പിക്കുക. ഈ അടിമത്തം തന്നെ
ആദ്യത്തെ തൂണായിട്ട് നമുക്ക് നിർത്തിക്കൊണ്ട് ഈ അടിമത്തത്തിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം.